ഈ ആഴ്ച നിഫ്റ്റിയുടെ എക്സ്പയറിയിലെടുത്ത ഒരു എക്സ്പയറി ബേസ്ഡ് ഓപ്ഷൻ സെല്ലിംഗ് ട്രേഡിന്റെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആണിത്. ഞാൻ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നത് തേഴ്സ്ഡേ സെൻസെക്സിൽ ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. സോ മോർണിംഗ് ആകുന്ന സമയത്ത് സെൻസെക്സിലെ പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ട് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ആ ഫ്രീ ആയ ക്യാപിറ്റൽ എടുത്തുകൊണ്ട് നിഫ്റ്റിയിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യണം. സോ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് ഒരു ബിയറിഷ് കൺസോളിഡേഷൻ ആണ് കാണുന്നത്. മേ ബി ഇവിടുന്ന് ഒരു കൺസോളിഡേഷൻ വന്നേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഒരു കൺസോളിഡേഷൻ മൂഡാണെന്നുണ്ടെങ്കിൽ ആസ് ആൻ ഓപ്ഷൻ സെല്ലർ എന്നുള്ള നിലയ്ക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് വേ ആണ് നോൺ ഡയറക്ഷൻ ഓപ്ഷൻ സെല്ലിംഗ്. നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ഷോർട്ട് സ്ട്രാങ്കിൾ പൊസിഷനിലോ അല്ലെങ്കിൽ അയൺ കോണ്ടോർ പൊസിഷനിലോ എൻ്റർ ചെയ്യാം. ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുള്ളത് ഒരു ഷോർട്ട് സ്ട്രാങ്കിൾ പൊസിഷനാണ്. ആസ് ഓഫ് നൗ മാർക്കറ്റ് ഇവിടെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 25,500 എന്നുള്ള ലെവലിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ട്രേഡിൽ എൻ്റർ ചെയ്തത്. ഞാൻ എൻ്റർ ചെയ്ത ലൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് സംഭവിച്ചേക്കാം എന്നാണ്. പ്രത്യേകിച്ച് ട്രെൻഡിങ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയില്ല. ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബിയറിഷ് കൺസോളിഡേഷനോ ഒരു ബുള്ളിഷ് കൺസോളിഡേഷനോ ആയിരിക്കും എന്നാണ് എൻ്റെ വ്യൂ. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് വൈസ് വ്യൂ ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ഷോർട്ട് സ്ട്രാങ്കിളോ അയൺ കോൺട്രോളോ എൻ്റർ ചെയ്യുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തത് ഒരു ഷോർട്ട് സ്ട്രാങ്കിൾ പൊസിഷനിൽ കയറുക എന്നുള്ളതാണ്. ഷോർട്ട് സ്ട്രാങ്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കയ്യിൽ ഒരു കോൾ ഓപ്ഷൻ സെല് ചെയ്ത പൊസിഷൻ ഉണ്ടാവും, ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്ത പൊസിഷൻ ഉണ്ടാവും. ഞാൻ എൻ്റർ ചെയ്ത പ്രീമിയാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. കറൻറ്റ്ലി 25,500 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിഫ്റ്റിയിൽ 26,250 ഒരു കോൾ ഓപ്ഷനും അത്യാവശ്യം ഫാർ അവയാണ്. ഓൾമോസ്റ്റ് ഒരു 2% ഒക്കെ മുകളിലുള്ള ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ഒരു 3% താഴെയുള്ള ഒരു പുട്ട് ഓപ്ഷനും അറൗണ്ട് ഒരു 3% അടുത്ത് താഴെയുള്ള ഒരു പുട്ട് ഓപ്ഷനും സെല്ല് ചെയ്യുന്നുണ്ട് 24,250. അപ്പോൾ ഞാൻ അത്രയും ഫാർ അവേ പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഓവർനൈറ്റ് റിസ്ക് ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് അത്രയും ഫാർ അവേ ഉള്ള പൊസിഷൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ക്യാപിറ്റൽ വേണ്ടി വരും, സക്സസ് ആവാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിലുപരി ഈ ട്രേഡ് ഡിപ്ലോയ് ചെയ്യാൻ എത്ര ക്യാപിറ്റൽ വേണം, ആ ക്യാപിറ്റലിന് പുറത്ത് നമുക്ക് എത്രത്തോളമാണ് റിട്ടേൺ കിട്ടുന്നത്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ് എന്നൊക്കെ നോക്കാൻ നമുക്ക് ഏതെങ്കിലും സ്ട്രാറ്റജി ബിൽഡർ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സെൻസിബിളാണ്. സെൻസിബിൾ സ്ട്രാറ്റജി ബിൽഡറിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബിൽഡ് ക്രിയേറ്റ് സ്ട്രാറ്റജി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത പൊസിഷൻ്റെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് എത്രത്തോളമാണ് അവിടെ പ്രോഫിറ്റ്, എത്രത്തോളമാണ് നമുക്ക് പോകുന്ന മാക്സിമം ലോസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കോള് സെല്ല് ചെയ്തത് 26,250 കോളാണ്. 26,250 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫാർ അവേ തന്നെയാണ്. ഇപ്പോൾ 4.7 ഉണ്ട്. ബട്ട് ഞാൻ സെല്ല് ചെയ്ത സമയത്ത് 5 രൂപയാണ് പ്രീമിയം. ക്വസ്റ്റ്യൻ ആസ് ഓഫ് നൗ പ്രോഫിറ്റിലാണ്. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തത് 24,750 ആയിരുന്നു. 24,750 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 4 രൂപ പ്രീമിയം ആയിട്ടുണ്ട്. ഞാൻ സെല്ല് ചെയ്യുന്ന സമയത്ത് 5 രൂപ പ്രീമിയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ എൻട്രി പ്രൈസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോൾ സൈഡിൽ ഒരു 5 രൂപ, പുട്ട് സൈഡിൽ ഒരു 5 രൂപ. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ ഈ കോൾ സൈഡിൽ നിന്ന് ഒരു 5 പോയിന്റ്, പുട്ട് സൈഡിൽ നിന്ന് ഒരു 5 പോയിന്റ്, അങ്ങനെ 10 പോയിന്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ നോക്കുന്ന സമയത്ത് ട്രേഡിൻ്റെ സമ്മറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ട്രേഡ് സക്സസ് ആവാനുള്ള സാധ്യത 94% ആണ്. എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെല്ല് ചെയ്ത പ്രീമിയം വർത്ത്ലെസ് ആയിട്ട് ഔട്ട് ഓഫ് ദ മണിയിൽ എക്സ്പയർ ആവാനുള്ള സാധ്യത 94% ഉണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ട് സൈഡിലേക്ക് 3.2%, കോൾ സൈഡിലേക്ക് 2.7%. അത്യാവശ്യം ഫാർ അവേ നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റും കിട്ടിയിട്ടുണ്ട്. ദെൻ മാക്സിമം പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന മാക്സിമം പ്രോഫിറ്റ് 0.36%. നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന ക്യാപിറ്റലിന് പുറത്ത് 0.36%. എത്ര വരെ നമ്മൾ ഈ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യുന്നുള്ളൂ, എക്സ്പയറി വരെ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 0.36% കിട്ടും. അതായത് ഇന്ന് തേഴ്സ്ഡേ, നാളെ ഫ്രൈഡേ, ദെൻ വീക്കെൻഡ് കഴിഞ്ഞിട്ട് മൺഡേ, ദെൻ ട്യൂസ്ഡേ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത്, ഓപ്പൺ ആയിട്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 0.36% ആണ് പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എയിം ചെയ്യുന്നത് എൻ്റെ പ്രോഫിറ്റ് കളക്ട് ചെയ്യണമെന്നില്ല. നമുക്ക് എക്സ്പയറി ഡേ ആവുന്ന സമയത്ത് മാർജിൻ റിക്വയർമെൻറ്റ് വീണ്ടും കൂടും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എക്സ്പയറി ഡേ മോർണിംഗ് തന്നെ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. നമ്മൾ വിചാരിച്ച പോലെ ഒരു കൺസോളിഡേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 0.36% കിട്ടിയിട്ടില്ല എങ്കിലും ഒരു 0.3 അടുത്ത് പ്രോഫിറ്റ് എന്തായാലും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മുടെ നിഫ്റ്റിയിലുള്ള ട്രേഡ് അവസാനിപ്പിച്ചു. ഫ്രീ ആയ ക്യാപിറ്റൽ എടുത്തുകൊണ്ട് സെൻസെക്സിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നു. അവിടുന്ന് ഒരു 0.3 0.2 കിട്ടിയാൽ പോരെ. ക്യാപിറ്റലിന് പുറത്ത് 0.5%, 94 സക്സസ് റേറ്റിൽ വളരെ സമാധാനമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെത്തേഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫോളോ ചെയ്തൂടെ. വീക്കിലി 0.5% കിട്ടിക്കഴിഞ്ഞാൽ മന്ത്ലി 2% ആയി, ഇയർലി 26% അകത്ത് പ്രോഫിറ്റ് ആയി. ഓക്കെ, പോട്ടെ, ഒരു 20% ഇയർലി പ്രോഫിറ്റ് കിട്ടിയാലും
ഈ ഒരു ട്രേഡിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ട് വേണ്ട ഈ ഒരു ട്രേഡിൽ ഒറ്റ ലോട്ടിൽ കോളം പുട്ടും സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 2.07 ലാക്ക് അറൗണ്ട് 2 ലാക്ക് റുപ്പീസ് ആവശ്യമാണെന്നുണ്ടെങ്കിലും ഈ 2 ലാക്ക് റുപ്പീസ് നമുക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മുടെ ലോങ് ടൈം ഹോൾഡിങ്സ് പ്ലെഡ്ജ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് നമുക്ക് ഇവിടെ ഡിപ്ലോയ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ എമൗണ്ട് ഒരു ലോങ് ടൈം ഹോൾഡിങ്സ് ആയിട്ട് അവിടെ കടന്ന് ഗ്രോ ചെയ്യുന്നുണ്ട്. പോരാത്തതിന് നമുക്ക് എന്ത് ചെയ്യാണ്, പോരാത്തതിന് നമ്മൾ ട്രേഡ് ചെയ്തിട്ട് ഒരു 20-25% റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നു. നമ്മുടെ ലോങ് ടൈം ഹോൾഡിങ്സ് വർഷത്തിൽ ഒരു 10% നമ്മുടെ ട്രേഡ് ചെയ്തിട്ട് 20%, ടോട്ടൽ 30% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വ്യക്തമായ ടാർഗറ്റ് ഉണ്ട്. സോ ആ രീതിയിലാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ബട്ട് നമ്മളിവിടെ ഹെഡ്ജ് ചെയ്യാതെ നേക്കഡ് ആയിട്ടൊരു കോളം പുട്ടുമാണ് സെല് ചെയ്യുന്നത്. സോ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു എക്സിറ്റ് പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ നേക്കഡ് ആയിട്ട് പൊസിഷൻ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വ്യൂ അഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസൊക്കെ വന്നിട്ട് മാർക്കറ്റ് സഡൻ ആയിട്ട് മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ ലോസിലേക്ക് വരും. 5 രൂപക്ക് സെല് ചെയ്ത പ്രീമിയം എത്ര വേണമെങ്കിലും മുകളിലേക്ക് മൂവ് ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള എക്സിറ്റ് പ്ലാൻ ഉണ്ട്. മിനിമം നമ്മൾ ഫോളോ ചെയ്യാറുള്ളത് ഒരു 1:1 റിസ്ക് റിവാർഡാണ്. ഒരു 1:1 റിസ്ക് റിവാർഡും ഹയർ സക്സസ് റേറ്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓവറാൾ നമുക്ക് പ്രോഫിറ്റ് ആവാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ദെൻ എൻ്റർ ചെയ്തു, കൃത്യമായിട്ട് പൊസിഷൻ എൻ്റർ ചെയ്തു, അതിനുള്ള സ്റ്റോപ്പ് ലോസും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോസിലും, അതല്ല സൈഡ് വൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റിലും എക്സിറ്റ് ചെയ്യാം. മെജോറിറ്റി കേസിലും പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും എക്സിറ്റ് ചെയ്യുക. സോ എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ സമയം നമ്മുടെ എക്സ്പയറിയുടെ രാവിലെ ആയിട്ടുണ്ട്. അതായത് നമ്മൾ വ്യാഴാഴ്ച ട്രേഡിൽ എൻ്റർ ചെയ്തു. ദെൻ വെള്ളി, ശനി, ഞായർ വീക്കെൻഡും കൂടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിൽക്കുന്നത് എക്സ്പയറിയുടെ രാവിലെയാണ്. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഒരു സൈഡ് വൈസിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ സെല്ല് ചെയ്ത കോളിൻ്റെയും പുട്ടിൻ്റെയും പ്രീമിയം മാക്സിമം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രേഡ് എക്സിറ്റ് ചെയ്തു. ഞാൻ എക്സ്പയറി ഡേയിൽ ട്രേഡ് എക്സിറ്റ് ചെയ്തേ മതിയാവുള്ളൂ. കാരണം ഒന്നാമത് പ്രീമിയം വളരെ ചീപ്പായി മാറിയിട്ടുണ്ടാവും. നമ്മൾ സെല്ല് ചെയ്ത പ്രീമിയത്തിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാർജിൻ റിക്വയർമെൻറ്റ് കൂടും. അപ്പോൾ നമ്മൾ കോള് പുട്ട് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു പൊസിഷൻ സെല്ല് ചെയ്യാൻ വേണ്ടി നിർബന്ധിതരാകും. കാരണം ആ മാർജിൻ അവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ സെല്ല് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് കോളിൻ്റെയും പുട്ടിൻ്റെയും പ്രീമിയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 80 പൈസ ലെവലിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ മാക്സിമം പ്രോഫിറ്റ് പുട്ടൊന്നും കോളൊന്നും കളക്ട് ചെയ്തു. ദെൻ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, ഈ ട്രേഡ് എക്സിറ്റ് ചെയ്യുക എന്നുള്ള വഴി മാത്രമേ ചെയ്യാനുള്ളൂ. അങ്ങനെ ട്രേഡ് എക്സിറ്റ് ചെയ്തു. ദെൻ ഫ്രീ ആയ ക്യാപിറ്റൽ എടുത്തുകൊണ്ട് വെറുതെ ഇരിക്കുന്നില്ല. നെക്സ്റ്റ് വ്യാഴാഴ്ചയ്ക്കുള്ള സെൻസെക്സിൻ്റെ ട്രേഡിലേക്ക് പ്ലാൻ ചെയ്യാൻ പോകണം. മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് ഒരു കോളോ പുട്ടോ അല്ലെങ്കിൽ കോളം പുട്ടും ഒരുമിച്ചിട്ടോ ഹെഡ്ജ് ചെയ്തിട്ടോ ഹെഡ്ജ് ചെയ്യാതെയോ എങ്ങനെയാണ് ബെറ്റർ എന്ന് അനാലിസ് ചെയ്തിട്ട് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാം. സോ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇതുപോലെ ക്യാപിറ്റലിന് പുറത്ത് വളരെ സമാധാനമായിട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തിട്ട് സംതിങ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലി കണക്ട് ചെയ്യുക. അതിന് വേണ്ട ഹെൽപ്പ് ചെയ്തു തരുന്നതാണ്.